നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അതായത് ഓൾറെഡി എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ എക്സാം സെൻറ്റേഴ്സ് മാറ്റാനും അങ്ങനെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് വരുത്താനായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതുപോലെ എന്തൊക്കെയാണ് അതിൽ മാറ്റം വരുത്താൻ പറ്റുന്നത് നോക്കാം. എന്നോട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു, ചേട്ടാ ഞാൻ ബോത്ത് രജിസ്റ്റർ ചെയ്തു, സിംഗിൾ ആക്കാൻ പറ്റും. അതുപോലെ ഒരു ഗ്രൂപ്പ് മാത്രം രജിസ്റ്റർ ചെയ്തു, 2 ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു, സെക്കൻഡ് ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ? അതുപോലെ എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇത്രയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റും, എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും നമുക്ക് നോക്കാം. ശരി, ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഗൂഗിൾ ക്രോമോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ സൈറ്റിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഓൾറെഡി ഒരു മൈക്കുണ്ട്, മൈക്കിനടുത്ത് വീണ്ടും ഒരു മൈക്ക്. ഒരു രക്ഷയില്ല കേട്ടോ, സംസാരിക്കാൻ വയ്യ. ടോൺസ്ലൈറ്റീസ് ആയിട്ട് തൊണ്ടയൊക്കെ ഫുൾ അടിച്ചു പോയിട്ട് ഒന്നും സംസാരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ആംപ്ലിഫയറിൽ കുത്തുന്ന മൈക്കാണ്, സ്പീക്കറിനകത്ത്. അതിന് കൂടെ ഞാൻ ഇവിടെ കോളർ മൈക്ക് വീണ്ടും ഒന്ന് ചുറ്റി വെച്ചേക്കാം, കാരണം 1 സീനാണ്. ഒന്നുമില്ല, കുഴപ്പമില്ല, നമുക്കത് ശരിയാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ സൈറ്റിൽ കയറി, അത് കഴിഞ്ഞ് ഇവിടെ സ്റ്റുഡൻസിൻ്റെ സെഷനിൽ കയറി മുകളിൽ എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. ഓക്കെ, അതിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എന്താ നോട്ടിഫിക്കേഷൻ പറയുന്നത്? കറക്ഷൻ വിൻഡോ ജൂൺ 2023. ഇതാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ശരി, സബ്ജക്റ്റ് എന്ന് നോക്കിയോ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസിൻ്റെ താഴെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ടു ഗീവ് എ ചാൻസ് ഫോർ മേക്കിംഗ് കറക്ഷൻസ്, അപ്ഡേഷൻ, അത് കറക്ഷൻ ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ചേഞ്ച്. ഓക്കെ, നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഈ പറയുന്ന കറക്ഷൻസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 21/5/2023. 21/5, അതായത് എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസം കൂടെ നീട്ടി തന്നു അല്ലേ. 15-നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്, 21, ഒരു 6 ദിവസം കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ വരുത്താൻ പറ്റുന്നത്? കറക്ഷൻ വരുത്താൻ പറ്റും, അപ്ഡേറ്റ്, ചേഞ്ച്, ഇത്ര ഐറ്റംസാണ്. അപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, നമുക്ക് നോക്കാം. ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. ടു മേക്ക് കറക്ഷൻസ് ഓർ ചേഞ്ച് ക്ലിക്ക് ഹിയർ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുമെന്ന് നോക്കുന്നത്. ശരി, നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിന് താഴെ എഴുതിക്കുന്നത് നോക്കി. ദ കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു അണ്ടർഗോ കറക്ഷൻ അല്ലെങ്കിൽ ചേഞ്ചസ്. ഓക്കെ, വെരി കെയർഫുള്ളി. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാൻ. എന്തുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻസോ ചേഞ്ചസോ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ആ ഒരു കറക്ഷൻസോ ചേഞ്ചസോ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കെയർഫുള്ളി നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം, അത് ഉറപ്പാണ്, ചേഞ്ച് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മാറ്റം വരുത്താം. ഇനി താഴെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നോ ചേഞ്ച് അല്ലെങ്കിൽ കറക്ഷൻ വിൽ ബി ആക്സെപ്റ്റഡ് ത്രൂ മെയിൽ ഓർ ഫോൺ കോൾ. കണ്ടോ, മെയിൽ അയച്ചിട്ടോ ഫോൺ കോളിലോ നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ വൺസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് അറിയാണ്ട് പറ്റിപ്പോയതാണ്, പെട്ടെന്ന് ചെയ്തപ്പോൾ മാറിപ്പോയതാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേഞ്ചസ് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്ര മെയിൽ അയച്ചാലോ കോൾ ചെയ്താലോ ഒരു മാറ്റങ്ങളും വരുത്താൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ശരി, വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ താഴെ ഇമെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട്, exam.helpdesk@icma.in. ഓക്കെ, ശരി, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ക്ലിക്ക് ഹിയർ ഉണ്ട്. ഈ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വിൻഡോയിലേക്ക് ചെല്ലും. ഇനി ഈ വിൻഡോയിലേക്ക് ചെല്ലേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ നേരത്തെ കാണിച്ചില്ല എക്സാമിനേഷൻ. ആ എക്സാമിനേഷൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ സെയിം വിൻഡോയിലായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് ആണോ ഫൈനലാണോ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നേരെ താഴേക്ക് വരിക. താഴെ വരുമ്പോഴത്തേക്ക് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും 15. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കറക്ഷൻസോ അപ്ഡേഷൻസോ വരുത്താൻ മാത്രമേ പറ്റൂ. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള വിൻഡോ ആണിത്. അതാണ് നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ശരി, അതിനുശേഷം അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് താഴോട്ട് വരാം. രജിസ്ട്രേഷൻ നമ്പർ അടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചിട്ട് ക്ലിക്ക് ഹിയർ. അപ്പോൾ അത് ഇവിടെ പറയുന്നുണ്ടോ, ഇവിടെ കാൻഡിഡേറ്റിൻ്റെ നെയിമും രജിസ്ട്രേഷൻ നമ്പറും തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി CMA ഫൈനലിൻ്റെ ഗ്രൂപ്പ് 4 വേണ്ടിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആണ് ഗ്രൂപ്പ് 4. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, കണ്ടോ, ലൈക്ക് ടു എഡിറ്റ് അല്ലെങ്കിൽ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം പ്രിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും എഡിറ്റ് വരുത്താനായിട്ട് ഇവിടെ SL ക്ലിക്ക് ചെയ്യുക. ശരി, SL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനത് അടിച്ചു കൊടുത്ത് അതിനുശേഷം വീണ്ടും ക്ലിക്ക് ഹിയർ. ഓക്കെ, ക്ലിക്ക് ഹിയർ ഞെക്കി കഴിഞ്ഞാൽ അവർ പറയും നോക്കി, നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDയിലേക്ക് ഒരു OTP സെൻഡ് ചെയ്യും. ആ OTP അടിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, അപ്പോൾ സെൻഡ് ഇമെയിൽ OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിംഗ് ആണ് കാണിക്കുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ശരി, ഇവിടെ OTP അടിക്കാനുള്ള സ്ഥലം വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നിങ്ങളുടെ മെയിൽ ID ഒന്ന് ഓപ്പൺ ആക്കാം. മെയിൽ ID ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ICMയുടെ കണ്ടോ, ICMയുടെ മെയിൽ വന്നു. ഡിയർ സ്റ്റുഡൻറ്റ് 14 സംതിങ് ആണ് നമ്മുടെ എക്സാമിന് ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യാനുള്ള OTP എന്ന് പറഞ്ഞിട്ട് OTP വന്നു. അപ്പോൾ നേരെ ഈ OTP കോപ്പി ചെയ്യുക, നമ്മുടെ ഈ സ്ഥലത്ത് കൊണ്ട് നിങ്ങളൊന്ന് പേസ്റ്റ് ചെയ്തോളാം. OTP പേസ്റ്റ് ചെയ്തു. വീണ്ടും ക്ലിക്ക് ഹിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എക്സാം ആപ്ലിക്കേഷൻ ഫോമില്ലേ, ആ എക്സാം ആപ്ലിക്കേഷൻ ഫോം ഇവിടെ വീണ്ടും ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. എക്സാം ആപ്ലിക്കേഷൻ ഫോം വീണ്ടും ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വരുത്താൻ പറ്റുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേഞ്ചസ് നമ്മുടെ അഡ്രസ്സിൽ ചേഞ്ച് വരുത്താം. അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ വരുത്താം. മൊബൈൽ നമ്പർ ഇമെയിൽ IDയിൽ ചേഞ്ച് വല്ലതും ഉണ്ടെങ്കിൽ വരുത്താം, കുഴപ്പമില്ല. ബാക്കി കാര്യങ്ങൾ ഫിസിക്കലി ഡിസേബിൾഡ് ആണോ, ക്വാളിഫിക്കേഷൻ വരുത്താനുള്ള സ്ഥലം വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ SC ST നമ്മുടെ എക്സാം സെൻറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. എക്സാം സെൻറ്റർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എക്സാം സെൻറ്റർ ഇവിടെ ചേഞ്ച് ചെയ്യാം. ശരി, അടുത്ത കാര്യം എന്താ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ ഗ്രൂപ്പ് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ CMA ഫൈനലിൻ്റെ 4th ഗ്രൂപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന CMA ഫൈനലിൻ്റെ 4th ഗ്രൂപ്പാണ്. അത് വേണമെങ്കിൽ 3rd മാറ്റാം. നിങ്ങൾ നോക്കിയടാ, അത് വേണമെങ്കിൽ 3rd മാറ്റാം. പക്ഷേ ബോത്ത് അപ്ലൈ ചെയ്യാനുള്ള എന്തില്ല, ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം, എക്സ്ട്രാ ഗ്രൂപ്പ് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഇവിടുത്തെ ഇപ്പോൾ എക്സ്ട്രാ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ബോത്ത് ഒന്നും ഉണ്ടായിരുന്നേ, അല്ലെങ്കിൽ 3rd ഗ്രൂപ്പ് എന്നുള്ളത് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റൂ. ഇവിടെ 4th ആണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് 3rd ആക്കി കൊടുക്കാം. 3rd ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് നേരെ ഇവിടെ സബ്മിറ്റ് അടിക്കാം പരിപാടി. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. എക്സാം സെൻറ്ററിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ വരുത്താൻ പറ്റും. അതുപോലെ ഗ്രൂപ്പ് വേണമെങ്കിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഇത്രയും ചെയ്യുക, സബ്മിറ്റ് അടിച്ചതിന് ശേഷം പേയ്മെൻറ്റ് ഒന്നും വരില്ലല്ലോ, സബ്മിറ്റ് അടിക്കുക, പരിപാടി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് പ്രിൻറ്റ് സബ്മിറ്റഡ് ഫോം അടിച്ച് കഴിഞ്ഞാൽ ഇത് പ്രിൻറ്റഡ് ഫോമാറ്റിൽ, പ്രിൻറ്റ് എടുക്കാൻ പറ്റുന്ന ഫോമാറ്റിൽ നിങ്ങൾക്ക് ഒരു സാധനം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ നിങ്ങൾ വരുത്തിക്കൊള്ളാം, പക്ഷേ വളരെ കെയർഫുൾ ആയിരിക്കണം. വൺസ് ഇതിൽ എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ഇതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ വരുത്താം. ശരി, ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ഏതെങ്കിലും ക്ലാസ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വളരെ തുച്ഛമായ ചിലവിൽ ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് CMA ഇൻ്റർമീഡിയറ്റ് പഠിച്ച് പാസ്സാവാനായിട്ട് പറ്റും. അപ്പോൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോളാം. ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.